ഹായ് ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നത് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതിന് തൊട്ടുള്ള ബെല്ലേക്കില്ലേ അതൊന്ന് നോക്കിക്കാളെ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ പെങ്ങളും മോളും വീരുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത് കുറച്ച് മന്തി ഉണ്ടാക്കുന്നുണ്ട്, പായസം വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ബീഫ് ചില്ലിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് അപ്പോൾ ഇതാണ് നമ്മളെ പായസം കേട്ടോ, സേമിയ പായസം. പിന്നെ അണ്ടി മുന്തിരിയൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കിട്ടും ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് കുറച്ച് പൊടിച്ച് തരട്ടെ. ഇതാണ് മിൽക്ക് മേഡ്, കുറച്ച് മൂലമാണ് എന്താ സംഭവം. ഞാൻ അതിനെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് മിൽക്ക് മേഡ് തരില്ല, നമുക്ക് ആവശ്യത്തിന് എന്ത് പഞ്ചാര അല്ലേ. പിന്നെ അതിൻ്റെ മുമ്പ് എന്താ ബീഫ് ചില്ലി. ഇത് ബീഫ് ചില്ലിക്ക് നമ്മൾ എന്താണ് ഇറച്ചി പേങ്ങി വെച്ചാണ്, ഇത് കട്ടാക്കണം. പിന്നെ മന്തി കാണിച്ചാൽ മന്തിയും റെഡിയാണ്. ഇത് നമ്മൾ കുറച്ച് പൊട്ടിക്കിട്ടും, അപ്പം നമ്മൾ കാണിച്ചാൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പീസാക്കുക. നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്യൂട്ടാ, അങ്ങനെ നീളത്തിൽ. ഈ എളുപ്പം മതിയാവൂലേ? അപ്പോൾ നമ്മളെ മസാല ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മസാല കൂടെ നമ്മൾ പൊരിച്ച് നോക്കേണ്ട പാടുന്നിട്ടാ. ചട്ടി അങ്ങനെ ചൂടയില്ല, കാരണം പാലും ഓയിലും അല്ലേ ഓളാ കൈ കിട്ടാ. അതെടുത്തേക്കുക, ചൂടേ കിട്ടോ. അല്ല കൂട്ടാൻ അടിച്ചു കൊടുക്കണ ബദലി കേട്ടോ. ചുമ കിട്ടാൻ അടിച്ചോളൂ, മറ്റേ കൂടി അണ്ടിമുട്ടായി കൊടുക്കല്ലേ, മനസ്സിലാ? അപ്പൊ നമ്മളെ ബീഫ് ചില്ലി റെഡി ആയിട്ടാ. പാത്രം അടിക്കുമ്പോ ഇടാന് കുറച്ചാ കേട്ടെ. അപ്പൊ നമ്മളെ മന്തി ഉണ്ടോ വേണ്ടേ, ഇപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ട്. വിളിക്കണ്ടേ അന്നോട് ഇതെന്താ മുളക് വെച്ചിട്ടുണ്ടേ, ഇതെന്താ ആവിയല്ലോ. എല്ലാം ബന്ധപ്പെട്ടായിരുന്നു, എല്ലാം ബന്ധ് ചോറ് ചോറാ വേവറിയിട്ടില്ല. ഹലോ മന്തി സൂപ്പറ്, ഈ ബീഫ് ചില്ലി
അടിപൊളി സൂപ്പറാ. അപ്പൊ നമ്മളെ ചോറ് കഴിഞ്ഞ് അടിപൊളിയാട്ടാ. ഈ പായസം കൂടി കുടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീടാണ് വൈകിട്ട് ഞാൻ പോണേ. അപ്പൊ പായസം കുടിച്ചിട്ട് വീഡിയോ പറഞ്ഞ പോലെ വൈകിട്ട് പോണേ. അടുത്ത വീഡിയോ വീണ്ടും വരും.